തൊടരുത്. നീ നടക്കുന്നുണ്ടോ? എന്താ എന്താ ഇവിടെ? എനിക്കും എന്റെ ചേച്ചിക്കും ജീവിക്കണം. അതിന് ഇനിയും ഞങ്ങളെ സമ്മതിച്ചില്ലെങ്കിൽ ഇതിലും കൂടുതലൊക്കെ സാറിന് കാണേണ്ടി വരും. ഭാര്യയെ കുറച്ചൊക്കെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കണം സർ. ഇല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകലിനും കൊലക്കുറ്റത്തിനും ഒക്കെ പ്രതിയായി കേരള പോലീസിന്റെ പെൺഗുണ്ടാ ലിസ്റ്റിൽ ഒരു വാഗ്ദാനമാവും ഈ സ്ത്രീ. എല്ലാവരോടും കൂടി പറയാ, എന്റെ ചേച്ചിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഈ വീട്ടിലുള്ളവരായിരിക്കുമെന്ന് ഞാൻ ജില്ലാ കളക്ടർക്കും വനിതാ കമ്മീഷനും മുൻകൂർ പരാതി കൊടുക്കും. അതിനൊന്നും ഇട വരുത്താതിരുന്നാ നല്ലത്. പ്രസവിച്ച അമ്മ കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഈ ഭൂമിയിൽ ഒരു അവകാശമുള്ളൂ, ഈ ഗൗരി. അല്ലാതെ ആർക്കും ഒരു അവകാശമില്ല. കൊല്ലാനായാലും സ്നേഹിക്കാനായാലും പറഞ്ഞേക്കാം. എന്തിനാ മോളെ നീ അവരെ ഉപദ്രവിക്കാൻ നോക്കുന്നത്? അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് വെക്കണം. അത് ഉപദേശിച്ചത് അവരവരുടെ പാട്ടിന് വിട്ടേക്കാൻ പറയേണ്ടത് എന്നോടല്ല. അത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് ഇയാൾക്കാ. ആദ്യം അത് കേൾക്കാൻ ഇയാൾ തയ്യാറാവട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്റെ കാര്യം. എടി, എന്താ ഇന്നലെ ഹോസ്പിറ്റലിൽ സംഭവിച്ചത്? എന്താണെന്നാണ് ചോദിച്ചത്. ചോദിച്ചതിന് ഉത്തരം പറയാനാ പറഞ്ഞത്. ആ കുഞ്ഞിന് നീ എന്താ ചെയ്തത്? പറയാൻ. എന്നതാ ഇനി നിങ്ങൾക്ക് വിസ്തരിക്കണോ എന്നെ? അവള് പറഞ്ഞില്ല എല്ലാം. അവളുടെ ചേച്ചി പിഴച്ചു പറ്റ കുഞ്ഞിനെ ആര് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. അതിന് ഞാൻ എന്നാ ചെയ്തു? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെയും ഇവിടെ ഉള്ളവരുടെയൊക്കെ അറിവോടുകൂടി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. എന്തുറപ്പ്? എന്ത് തെളിവിന്റെ ബലത്തിലാ നിങ്ങളതങ്ങ് സമർത്ഥിച്ചത്? അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എന്നതാ? നിങ്ങളുടെ ആരാ കുഞ്ഞ്? എന്താ മിസ്റ്റർ, എന്നതാ നിങ്ങളൊന്നും മിണ്ടാത്തത്? നിങ്ങളുടെ ആരാ കുഞ്ഞെന്ന്? എടി, എന്തൊക്കെയാ നീ പറയുന്നേ? അമ്മച്ചി മിണ്ടരുത്. ഇയാൾ പറയട്ടെ. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം ഇയാൾ പറയട്ടെ. എന്നിട്ട് എല്ലാരും കൂടി എന്നെ വിസ്തരിക്കുക. എന്നതാ നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ? ഹെലൻ ജോസഫും ആ കുഞ്ഞും തമ്മിൽ എന്താ ബന്ധമെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ. പറയണം, പറയണം മിസ്റ്റർ. അതെടി, അത് എന്റെ കുഞ്ഞാ. ഞാൻ സ്നേഹിച്ച പെണ്ണിൽ എന്റെ ചോരയിൽ പിറന്ന എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം കുഞ്ഞ്. എന്റെ മാതാവേ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? എന്നതാ എന്നതാ നീ പറഞ്ഞേ? പറയടാ, ഞാൻ കേട്ടത് സത്യമാണോ? അതെ, ഗായത്രി പ്രസവിച്ചത് എന്റെ കുഞ്ഞാ. തൊട്ടുപോവരുത് തന്നെ. ഈ കൈ എന്റെ മുഖത്തല്ല, നിങ്ങളുടെ മകളുടെ കവളത്താണ് ആദ്യം വീഴേണ്ടത്. എന്നെ ശിക്ഷിക്കാൻ എന്തർഹതയാ നിങ്ങൾക്കുള്ളത്? ചെയ്യാത്ത കുറ്റത്തിന് ആവശ്യത്തിലേറെ നിങ്ങൾ എന്നെയും എന്റെ കുടുംബത്തെയും ശിക്ഷിച്ചു കഴിഞ്ഞില്ലേ? ഈ വിവാഹത്തിന് മുമ്പേ എന്നെ സമ്മതിക്കുന്നതെല്ലാം ഇവളോട് തുറന്നു പറഞ്ഞതാ ഞാൻ. അല്ലാന്ന് ഇവള് പറയട്ടെ. ഒഴിഞ്ഞു പോകാൻ കെഞ്ചി പറഞ്ഞതാ പലവട്ടം. നിങ്ങളും നിങ്ങളുടെ മകളും ഈ കല്യാണം തന്നെ മതിയെന്ന് വാശി പിടിച്ചപ്പോ സ്നേഹിച്ച പെണ്ണിനെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചതാ ഞാൻ. എന്നിട്ട് നിങ്ങൾ അതിന് സമ്മതിച്ചോ? അവിടെ നിന്നും വേട്ടയാടി പിടിച്ചുകൊണ്ടുവന്ന് എന്നെ ഈ വീട്ടിലെത്തിച്ചു, നിങ്ങളുടെ മകളുടെ കാൽ കീഴിൽ തളയ്ക്കാൻ വേണ്ടി. മറ്റൊരു പെണ്ണിൽ സ്വന്തം കുഞ്ഞ് വളരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് എങ്ങനെ നിങ്ങളുടെ മകളെ ഭാര്യയായിട്ട് കാണാൻ കഴിയും? എങ്ങനെ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയും? ഒന്ന് പറഞ്ഞുതാ നിങ്ങൾ. ഇവളുടെ ഭർത്താവാകാൻ എനിക്ക് കഴിയില്ലെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രാവശ്യം ഞാൻ നിങ്ങളെ അറിയിച്ചതല്ലേ? അപ്പോഴൊക്കെ കൂടുതൽ വാശിയോടെ നിങ്ങൾ എന്നെ ഇവിടെ ചങ്ങലക്കിടാൻ ശ്രമിച്ചു. ഞാൻ ഒരിക്കലും നിങ്ങളുടെ പിടിവിട്ട് പോകാതിരിക്കാനായി
എന്റെ പെങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു. ഇത്രയൊക്കെ ദ്രോഹം എന്നോട് ചെയ്തിട്ടും വീണ്ടും നിങ്ങൾ എന്നെയാണോ ശിക്ഷിക്കാൻ പോകുന്നത്? എങ്കിലായിക്കോ. പക്ഷെ എല്ലാ വിസ്താരവും ശിക്ഷയും ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം. എന്തും ഏറ്റുവാങ്ങാൻ തയ്യാറായി തന്നെയാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. പൂക്കാടൻ പൗലോസിന്റെ മരുമകന് മറ്റൊരു പെണ്ണിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള വിവരം ഈ ലോകത്ത് ആരറിഞ്ഞാലും എനിക്കൊരു ചുക്കും സംഭവിക്കാനില്ല. തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ അതുമാവാം. പക്ഷേ എല്ലാം ഇന്നുകൊണ്ട് തീരണം. നിങ്ങളുടെ മകളുമായി നിയമപരമായി വേർപിരിയാനുള്ള നീക്കങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ദാ അതും ഇവൾക്കറിയാം. ഇവളെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവളോ ഞാൻ അറിയാതെ പലതും പല പാപങ്ങളും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പറയണം നിങ്ങളുടെ 2 മക്കളോടും. അല്ലെങ്കിലേ പരസ്പരം ഇങ്ങനെ കൊന്നും ചത്തും തീരും എല്ലാവരും. ഇതുവരെ പലതും ക്ഷമിച്ചു. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും. പക്ഷേ ഇനി ഞാനും പ്രതികരിച്ചു പോവും. ഇതുവരെ നിങ്ങളാരും കാണാത്ത പോലെ. വിട്ടേക്കന്നെ പ്ലീസ്. മതിയായില്ലേ നിങ്ങൾക്ക് ഇനിയും? മോഹവില കൊടുത്ത് മോൾക്ക് വാങ്ങിക്കൊടുത്തത് മറ്റു പലരുടെയും ജീവിതം തല്ലിക്കെടുത്തിട്ടാണെന്ന് മനസ്സിലായില്ലേ എപ്പോഴെങ്കിലും? കർത്താവിനോട് മത്സരിക്കാൻ നിങ്ങൾ കൂട്ടിയ കൂടില്ല മനുഷ്യ. അപ്പനും മോളും പള്ളി ചെന്ന് മനസ്സറിഞ്ഞൊന്ന് കുമ്പസരിക്കും. ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരങ്ങൾ എത്രയൊക്കെയാണെന്ന് അപ്പനും മോൾക്കും അപ്പൊ മനസ്സിലാവും. ഉരുമ്പട്ടോളെ, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നീയും എന്നെ ചതിക്കായിരുന്നു അല്ലടി? നന്നായി. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. എന്താ ഇവിടെ പോലീസൊക്കെ? ഏതോ പിടിച്ചു വരെയെന്നോ മോഷണമെന്നൊക്കെ പറയുന്നു. എന്തിനാ നീ അവിടെ പോയത്? അയാളെ കണ്ട് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനോ? ആ കൊച്ചിന്റെ അവകാശം സ്ഥാപിച്ചു കിട്ടാനോ? ഇത്രയ്ക്ക് നാണം ഇല്ലാതായി പോയല്ലോ നിനക്ക്. കഷ്ടം. ഞാൻ പോയത് അതിനാണെന്ന് ചേച്ചിയോട് ആരാ പറഞ്ഞേ? പിന്നെന്തിന്? എന്താ നിനക്ക് വീട്ടിൽ കാര്യം? കാര്യം ഉണ്ടായിട്ട് തന്നെയാ ഞാൻ പോയത്. പക്ഷെ ചേച്ചിക്ക് അത് പറഞ്ഞ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലാന്നേ ഉള്ളൂ. ഇന്നലെ നമ്മുടെ മോളെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് അയാളുടെ ഭാര്യയും സുഹൃത്തും ചേർന്നാണ്. മേലിൽ ആവർത്തിക്കരുതെന്ന് താക്കീത് ചെയ്യാൻ വേണ്ടിയാ ഞാൻ അവിടെ പോയത്. അല്ലാതെ ചേച്ചി കരുതും പോലെ കാല് പിടിക്കാനോ റെക്കമെൻഡ് ചെയ്യാനോ ഒന്നും അല്ല ഞാനവിടെ പോയത്. ഓ പിന്നെ നിന്റെ താക്കീത് കേട്ട് അവര് വല്ലാതെ പേടിച്ചിട്ടുണ്ടാവുമല്ലോ. അവരതിനെ എന്തോ ചെയ്യട്ടെ, അതിന് നിനക്കെന്താ? നീ പ്രസവിച്ചതൊന്നും അല്ലല്ലോ അതിന്. ചേച്ചി എങ്ങനെ പറയാൻ തോന്നുന്നു ഇതൊക്കെ? ആ കുഞ്ഞു ചേച്ചിയുടെ ആരുമല്ലേ? നമ്മുടെ പൊന്നു മോളല്ലേ അവള്. എന്നിട്ടെന്താ ചേച്ചി ഇങ്ങനെ? എനിക്കങ്ങനെ പറ്റൂ. അത് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. എനിക്കില്ലാത്ത വിഷമോ സങ്കടമൊന്നും നിനക്കതിന്റെ പേരിൽ വേണ്ട, കേട്ടല്ലോ? അതിനെ കാണുമ്പോ എനിക്ക് അയാളെ ഓർമ്മ വരുന്നത് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല. അയാൾ ചെയ്ത ദ്രോഹത്തിന് ആ കുഞ്ഞെന്ത് പഴിച്ചു ചേച്ചി? അയാളുടെ മാത്രമല്ല, അവള് ചേച്ചിയുടെയും കൂടെയാണ്. നമ്മൾ അവളുടെ അച്ഛനും അമ്മയും കൂടിയാ. അതെന്താ ചേച്ചി ഓർക്കാത്തത്? പറ്റില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ എന്റെ കൺമുമ്പിൽ പോലും കൊണ്ടുവരരുത്. ഈ സ്ത്രീ ഇവിടെ അടുത്ത റൂമിലുള്ളതാ. മകളുടെ പ്രസവമായി ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അവരുടെ താലിമാലയും മറ്റ് ആഭരണങ്ങളും അടങ്ങുന്ന ഒരു കവർ റൂമിൽ നിന്ന് മോഷണം പോയി. ഈ വാർഡിലുള്ള ആരുമാണ് ഇത് എടുത്തതെന്ന് അവർ തർപ്പിച്ച് പറയുന്നു. അതുകൊണ്ട്
എല്ലാ റൂംസും ഞങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. നിങ്ങളൊന്ന് സഹകരിക്കണം. ശരി സർ. ആ, ആരാ പേഷ്യന്റ്? ചേച്ചിയാ. കയറി ചെക്ക് ചെയ്ത് മേശ ശരി, സർ. ബാഗൊക്കെ ശരിക്കും നോക്കണം. സർ ഇതിൽ ചേച്ചിയുടെ ഡ്രസ്സാ. അതിനെന്താ? സാർ ഇവിടെ ഉണ്ട് സാർ. ഇതാണോ മോളുടെ ആഭരണങ്ങളെന്ന് നോക്കി? അതെ സർ, ഇത് തന്നെയാ. എടി പെരിങ്കള്ളി, നീയാണോ ഇതെടുത്തത്? അനാവശ്യം പറയരുത്. എന്താ നിന്റെ പേര്? സർ ഞങ്ങളല്ല. പേര് പറയടി. ഗൗരി. ഇവളുടെയോ? ഗായത്രി. അപ്പൊ ഗൗരിയും ഗായത്രിയും മുറി ബുക്ക് ചെയ്ത് പരിസരം പഠിച്ചുകൊണ്ടുള്ള പയറ്റാണല്ലേ? പ്ലീസ്, ഞങ്ങൾ അത്ര ആൾക്കാരല്ല. എന്റെ ചേച്ചി ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. സാറിന് വേണമെങ്കിൽ ഇവിടുത്തെ ഡോക്ടറോട് ചോദിക്കാം. ചേച്ചി ഡോക്ടർ റാണിയുടെ പേഷ്യന്റാ. ചേച്ചി പേഷ്യന്റ് ആണെന്ന് കരുതി സ്വർണം കണ്ട നിനക്കൊന്നും ഒരു കൊതിയും തോന്നത്തില്ല അല്ലേ? ആരും എടുക്കാതെ പിന്നെ ആ റൂമിൽ നിന്ന് ആ സ്വർണം നിന്റെ ബാഗിലേക്ക് പറന്നു കയറി. സർ എനിക്കറിയില്ല, ഞങ്ങളല്ല. അതൊക്കെ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുമ്പം പറയേണ്ടതുപോലെ നീ പറഞ്ഞോളൂ മോളെ. വത്സമേ, സാർ ഈ മുതലിനെ എടുത്തോ. പോയിട്ടേ നമുക്ക് ഇത്തിരി പണിയുള്ളതാ. നടക്കണേ അങ്ങോട്ട്. സർ, എന്റെ ചേച്ചി. ചേച്ചിയൊക്കെ ഇവിടെ കാണും. മോള് വാ. വാടിയുടെ നടക്കങ്ങോട്ട്. ഗൗരി, ഗൗരി, ഏട്ടാ എന്താ പ്രശ്നം? ആ പെങ്കൊച്ചിനെ മോഷണ കേസിൽ പൊക്കിയതാ. മോഷണ കേസിലോ? അതേന്നെ, അടുത്ത മുറിയല്ലേ പെങ്കൊച്ചന്റെ സ്വർണം മോഷ്ടിച്ചതിന്. ഇവളൊക്കെ ഒരുമിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ. പെമ്പിളരൊക്കെ ഇങ്ങനെ തുടങ്ങി എങ്ങനെ? വണ്ടിച്ചോറ് പോലെ ഇവളേക്ക് മുന്നിൽ തോറ്റുപോകും. കഷ്ടം. ഗായത്രി, നിനക്കെന്നെ മനസ്സിലായോ ഗായത്രി? വിനയൻ, വിനേട്ടനല്ലേ? ഞാൻ കരുതി പുതിയ ഗെറ്റപ്പിലായതുകൊണ്ട് നിനക്കെന്നെ പെട്ടെന്ന്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. അപ്പോഴാ ഗൗരിയെ പോലീസ് കൊണ്ടുപോകുന്ന കണ്ടത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഗൗരിക്ക് എന്താ മോളെ പറ്റിയത്? അവൾ അങ്ങനെയൊന്നും ചെയ്യുന്നവളായിരുന്നില്ലല്ലോ. അതോ ഇനി കാശിന്റെ കുറവുകൊണ്ട് വല്ല അബദ്ധവും? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
ഇതെന്തോ അബദ്ധം പറ്റിയതാവും, അത്ര തന്നെ. അല്ല, നിന്റെ കുഞ്ഞെവിടെ? എനിക്കറിയില്ല. അങ്കിളും ആന്റിയും മരിച്ച ശേഷം നീയും ഗൗരിമോളും കുറച്ചുനാൾ പുത്തേഴത്തുണ്ടായിരുന്നു. അതൊക്കെ ഗായത്രിക്ക് ഓർമ്മയുണ്ടോ? എന്താ, അതൊക്കെ നീ മറന്നോ? ഒന്നും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല വിനേട്ടാ. ഗൗരി പറഞ്ഞപ്പോ ചിലതൊക്കെ ഒരു മിന്നായം പോലെ. എന്നാലും എന്റെ ഓർമ്മയിൽ ഒന്നും കൃത്യമായി തെളിയുന്നില്ല. ഗൗരി നിന്നോട് എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നതെന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ രണ്ടുപേർക്കും അവിടെ ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. സുഖമായിട്ട് കഴിയായിരുന്നു. അമ്മയ്ക്കും നിന്നെ അവളെയും വലിയ കാര്യമായിരുന്നു. പിന്നെന്താ, അവളുടെ ചില പിടിവാശി. ഒറ്റയ്ക്ക് ജീവിക്കണം, സ്വയം അധ്വാനിച്ച് കാശ് സമ്പാദിക്കണം, പഴയതിനേക്കാൾ ആർഭാടത്തോടെ ജീവിക്കണം. അങ്ങനെ കൊക്കിലൊതുങ്ങാത്ത ചില മോഹങ്ങൾ. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ അങ്ങനെയൊക്കെ ആകാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അമ്മയും അച്ഛനും ഒക്കെ അതിനെതിര് പറഞ്ഞപ്പോ ഓരോ കാരണങ്ങളുണ്ടാക്കി നിന്നെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ അവള്. അത് വേണ്ടാന്ന് അമ്മ അവളുടെ കാല് പിടിച്ച് പറഞ്ഞതാ. കേൾക്കണ്ടേ അവള്? അന്ന് ആ മണ്ടത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടൊന്നും വരത്തില്ലായിരുന്നു. രണ്ടുപേർക്കും അവിടെ സുഖമായിട്ട് കഴിയായിരുന്നു. അല്ല, ഇപ്പോഴും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് നീ മനസ്സ് വെക്കണം. അത് നീ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അല്ലാതെ ഈ അവസ്ഥയിൽ കണ്ട ലോട്ടറിക്കാരുടെയും തട്ടുകടക്കാരുടെയും ഒക്കെ ചായ്പിലും അടുക്കള വരാന്തയിലും ഒക്കെ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെപ്പോലുള്ളവർക്ക് ചേർന്ന പണിയല്ല മോളെ. അതുകൊണ്ട് നീയായിട്ട് അവളോട് പറ, നമുക്ക് പുത്തേഴത്ത് പോവാന്ന്. അവളെ പോലീസുകാരെ ഉപദ്രവിക്കോ വിനേട്ടാ? ഏയ്, അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. പിന്നെ സത്യമാണോ ഇല്ലയോ എന്നറിയാൻ ഒന്ന് വരട്ടും. നീ പേടിക്കണ്ട, അവളെ ഇറക്കാനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തോളാം. എനിക്ക് അത്യാവശ്യ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോ ഞാൻ പോട്ടെ. പിന്നൊരു കാര്യം, ഞാൻ നിന്നെ കണ്ടുവെന്നും ഇങ്ങനെയൊക്കെ സംസാരിച്ചൊന്നും ഗൗരി വരുമ്പോൾ പറയാൻ നിൽക്കണ്ട. പറഞ്ഞ അവൾ എന്തെങ്കിലും ഉടക്കൻ ന്യായങ്ങൾ പറഞ്ഞ് നിന്നെ കൂടെ പറഞ്ഞു തിരിക്കും. ഇനി അഥവാ അവക്ക് പുത്തേഴത്ത് വരാൻ മടിയാണെങ്കിൽ നിനക്ക് വരാലോ. ഒരു കുറവുമില്ലാതെ നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം. ചന്ദ്രികെ, ഇവള് വലിയ പുള്ളിയാ. ഇവളെ കൊണ്ട് സത്യം പറയിക്കാൻ തനിക്ക് ഇത്തിരി മെനക്കെടേണ്ടി വരും. എടി കൊച്ചേ, ചന്ദ്രിക പെയ്യാൻ തുടങ്ങിയ പിന്നെ ഒടുക്കത്തെ പെയ്ത്തായിരിക്കും. പിന്നെ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളാതെ വരും പെണ്ണെ. അതുകൊണ്ട് ആ ഏരിയയിലേക്കൊന്നും പോകാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് നടന്നതൊക്കെ അക്കമിട്ട് പറഞ്ഞോ. ഞങ്ങളതൊക്കെ ഒന്ന് കടലാസി കുറിക്കട്ടെ. സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല. ആ സ്വർണം ആരുടെയാണെന്നോ അതെങ്ങനെ എന്റെ ബാഗിൽ വന്നെന്നോ എനിക്ക് ഒരു അറിവുമില്ല. കള്ളം പറഞ്ഞോടി. നീ അറിയാതെ നിന്റെ ബാഗിൽ എങ്ങനെ വന്നടി? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിലേ ഇതിനകത്തിട്ട് ഞാൻ ചവിട്ടിയരയ്ക്കും. പറയടി, നീയല്ലേ അതെടുത്തത്? മാഡം, എന്നെ നിങ്ങൾ ഇതിനകത്തിട്ട് കൊന്നാലും ശരി, ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഞാനിത് ചെയ്തിട്ടില്ല. എനിക്ക് ആ സ്ത്രീ ആരാണെന്ന് കൂടി അറിയില്ല. പിന്നെ എന്റെ ബാഗിൽ നിന്ന് അത് കിട്ടിയെന്ന് വെച്ച്
അത് ഞാനാ എടുത്തെന്ന് നിങ്ങളുടെ പക്കൽ തെളിവ് വല്ലതുണ്ടോ? പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ? പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ല അതെടുത്തത്. നിനക്ക് വകുപ്പ് ന്യായമൊക്കെ അറിയാമല്ലോടി കൊച്ചേ. ചന്ദ്രികേ, ഇത് ഒരു നടക്ക് പോകില്ലെന്ന് ഉറപ്പാ. കൊച്ചിനോട് താൻ സ്നേഹത്തോടെ എല്ലാം ചോദിച്ചൊന്ന് മനസ്സിലാക്ക്. നിനക്ക് തെളിവ് വേണല്ലേ? ഞാൻ ഉണ്ടാക്കി തരാം. എക്സ്ക്യൂസ് മീ. എന്താ ഇവിടെ? ഏതാ ഈ കുട്ടി? മാഡം, ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു കവർച്ചാ ശ്രമം. ഒരു പേഷ്യന്റിന്റെ 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇവളാ പ്രതി. തൊണ്ടി ഇവളുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്തു. കേസ് ചാർജ് ചെയ്തോ? ഇല്ല മാഡം, ഇവൾ കുറ്റം സമ്മതിച്ചിട്ടില്ല. ചോദ്യം ചെയ്യുമ്പോ ഇവൾ വകുപ്പ് ന്യായമൊക്കെ പറഞ്ഞ് നമ്മളെ വരട്ടുക. എന്താ നിന്റെ പേര്? ഗൗരി. എന്തിനാ നീ അതെടുത്ത്? മാഡം, ഞാൻ സത്യം പറയുന്നത്. സത്യം മാത്രമേ ഞാൻ പറയൂ. പ്ലീസ്, പ്ലീസ് ബിലീവ് മീ മാഡം. ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. കള്ളം പറയുന്നോടി. ഇവള് പഠിച്ച കള്ളിയാ മാഡം. മര്യാദക്ക് ചോദിച്ചാൽ ഇവള് പറയില്ല. പറയടി ഇങ്ങോട്ട്. സ്റ്റോപ്പ് ഇറ്റ്.